കെ കെ രമ, ഈ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേരിൽ സ്വന്തം കുടുംബത്തിൽ ഒരു വേദന ഉണ്ടായ ഒരാൾ കൂടിയാണ് താങ്കൾ. ഈ നിമിഷം ഇത്തരത്തിൽ ആ കേസിന്റെ വിധി നമ്മൾ ഒരു ഘട്ടത്തിൽ കണ്ടതാണ്. സമാനമായി തന്നെ ഇവിടെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമ്പോൾ താങ്കളുടെ ആദ്യ പ്രതികരണം? ആശ്വാസകരമായ വിധിയാണ്. ആ കുടുംബത്തിന് കണ്ണുനീരിന് ഒരല്പമെങ്കിലും ആശ്വാസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സമാനമായ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ഈ ഒരു ദിവസം എന്തായിരിക്കും അവരുടെ മനസ്സിലുള്ളത് എന്ന് എനിക്കറിയാം, ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു ആശ്വാസം തരുന്നുണ്ട്, സന്തോഷം തരുന്നുണ്ട്. ഈ കേസ് CPM-ന്റെ നേതൃത്വം വീണ്ടും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒരു കൊലപാതകത്തിന് വീണ്ടും CPM-ന്റെ നേതൃത്വം ഉൾപ്പെട്ട ഒരു കേസായി ഇത് മാറുകയാണ്. CPM-ന്റെ മുൻ MLA-യും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ KV കുഞ്ഞിരാമനാണ് ഇതിനകത്ത് പ്രതിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷ നമുക്ക് 3-ാം തീയതി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും CPM-ന്റെ പങ്ക് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു. അതുകൊണ്ടാണ് CPM-ന് ഇതിനകത്ത് പങ്കുള്ളത് കൊണ്ടും പങ്ക് മാത്രമല്ല, അവർ ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് എന്ന് വളരെ കൃത്യമായി നേതൃത്വത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഈ CBI അന്വേഷണത്തെ നഖശികാന്തം എതിർത്തത്. വലിയ പണം മുടക്കിയിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വലിയ അഭിഭാഷകരെ കൊണ്ടുവന്നത് നാം ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിന് അത്രമാത്രം CPM ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമം നടത്തിയിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു വിധിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഏതായാലും അത് ഒരു പരിധിവരെ നീതി കിട്ടിയെന്ന് നമുക്ക് ആശ്വസിക്കാം. കെ കെ രമ, അത് നേരത്തെ TP ചന്ദ്രശേഖരൻ കേസിലാകട്ടെ, ഇവിടെ കൃപേഷിന്റെ ശരത്ലാലിന്റെ കേസിലാകട്ടെ, അന്വേഷണം നടത്തുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ രാഷ്ട്രീയ സ്വാധീനം ആ തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിൽ ഒരു സംരക്ഷണം കിട്ടുന്നു എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇതെങ്കിലും ഇത്തരം നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ അവസാനിക്കാൻ ഇത്തരം ശിക്ഷാവിധികൾ സഹായകമാകുമെന്ന് നമുക്ക് ഈ നിമിഷം പ്രതീക്ഷിക്കാം. അല്ല, അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതുപോലെ പല വിധികളും വന്നിട്ടും ഇത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇനിയെങ്കിലും പൊതുസമൂഹത്തിനോട് ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കില്ല, അവർ നിയമത്തിന്റെ വഴിയിൽ പോകട്ടെ, പാർട്ടി അത്തരത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കില്ല എന്ന് തുറന്നു പറയാനുള്ള ആർജവം ആ പാർട്ടി കാണിക്കുകയാണ് വേണ്ടത്. പ്രതികളെ സംരക്ഷിക്കാൻ ഏതറ്റവും വരെ പോകുന്ന സമീപനം തിരുത്താൻ ഇനിയെങ്കിലും ഇത്തരം പാർട്ടികൾ തയ്യാറായാൽ ഈ പൊതുസമൂഹത്തിന് അതൊരാശ്വാസമാകും. എന്തായാലും കെ കെ രമ പ്രതികരിക്കായിരുന്നു. എന്തായാലും